ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. പറഞ്ഞതിന് കാരണം ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, PSC പരീക്ഷയുടെ അടുത്ത് വരുന്ന കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്ന് പറഞ്ഞു. അത് കുറച്ച് നിസ്സാരമാക്കി പോലും കളയരുത്. എല്ലാ ക്വസ്റ്റ്യൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തും ചോദിക്കാം ഈ ഒരു അടുത്ത പരീക്ഷയ്ക്ക് തൊട്ടടുത്തുള്ള 2 മാസങ്ങളിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇത് ഇത്രയും നല്ല കാര്യമായിട്ട് ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് നമ്മളിപ്പോൾ ചാനലിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2023 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ് 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത്. പരീക്ഷയ്ക്ക് ചോദിക്കും, 2023 47ാമത് വയലാർ പുരസ്കാരം നേടിയത് ആര്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുടെ കൃതി ഏത് കൃതിയാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. ഏതാണ്? ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഒത്തിരി ഓപ്പറേഷൻസ് ഉണ്ട്, തിരിഞ്ഞു പോകരുത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കണം. ഇതിന് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. എന്താണ്? ഓപ്പറേഷൻ അജയ്. 2023 ഒക്ടോബറിൽ അന്തരിച്ച നാരീശക്തി പുരസ്കാര ജേതാവും 96ാം വയസ്സിൽ സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ വനിത ആര്? കാർത്യായനി അമ്മയാണ്. 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡർ ആയിട്ട് കാർത്യായനി അമ്മ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അപ്പം പഠിച്ചു വെക്കുക, 2023 ഒക്ടോബറിൽ അന്തരിച്ച വ്യക്തിയാണ് കാർത്യായനി അമ്മ. എന്തിലാണ് പ്രശസ്തി നേടിയത്? നാരീശക്തി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 96ാം വയസ്സിൽ സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ 1ാം റാങ്കും നേടി. ആര്? കാർത്യായനി അമ്മ. അതുപോലെ 2019 കോമൺവെൽത്ത് ഓഫ് ലേണിംഗ് ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാർത്യായനി അമ്മയാണ്. 2028 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്നത്? 2028 യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്നത് UK-യും അയർലൻഡുമാണ്. UK, അയർലൻഡ് എന്നിവയാണ് യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്നത്. 2024 യൂറോ കപ്പ്, 2028 യൂറോ കപ്പാണ് UK, അയർലൻഡിൽ. 2024 യൂറോ കപ്പ് ഫുട്ബോൾ വേദിയാകുന്നത് ജർമ്മനിയാണ്. കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടം ഏത്? അമേസ് 28 ആണ്. ഈ കെട്ടിടം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ 3D സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച കെട്ടിടമാണ് അമേസ് 28. കെട്ടിടം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മാൾ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും ലക്ഷ്യമിട്ട് കേരളത്തിലെ ഏകതാ മാൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? മിഷൻ ശക്തിയാണ്. വനിതകളുടെ സുരക്ഷയും ശാക്തീകരണവും മുൻനിർത്തി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ശക്തി. പ്രഥമ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. ആദ്യത്തെ AR രാജരാജവർമ്മ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ശ്രേഷ്ഠയാണ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഗോത്രഗ്രാമം പദ്ധതി. കേരളത്തിലെ ഗോത്ര സംസ്കാരത്തെ അന്താരാഷ്ട്ര തലത്തിൽ പരിചയപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഗോത്രഗ്രാമം പദ്ധതി.
ഇന്ത്യൻ എയർഫോഴ്സ് ദിനപരേഡിന് നേതൃത്വം നൽകിയ ആദ്യ വനിത ആരാണ്? ഷാലിസ ധാമിയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ദിനപരേഡിന് നേതൃത്വം നൽകിയ ആദ്യത്തെ വനിതയാണ് ഷാലിസ ധാമി. ആരാണ്? ഷാലിസ ധാമി. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്ന രാജ്യം UAE ആണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള 2023 അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയാകുന്നത് UAE ആണ്. വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് S. സോമനാഥ് ആണ്. വിക്രം സാരാഭായി സയൻസ് ഫൗണ്ടേഷന്റെ പ്രഥമ വിക്രം സാരാഭായി വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് ഏതാണ്? ISRO ചെയർമാനായ S. സോമനാഥ് ആണ്. കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരം ഉൾപ്പെടുത്തിയ വാക്കേത്? ലിംഗനീതി എന്നതാണ്. ഏതാണ്? ലിംഗനീതി. കേരളത്തിലെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ലിംഗസമത്വം എന്നതിന് പകരം ഉൾപ്പെടുത്തിയ വാക്കാണ് ലിംഗനീതി. ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ഒളിമ്പിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് സ്ഥാപനവുമായാണ് കരാർ ഏർപ്പെട്ടത്? ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ഒളിമ്പിക്സ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഏത് സ്ഥാപനവുമായാണ് കരാറിൽ ഒപ്പിട്ടത്? ഏതുമായിട്ടാണ്? റിലയൻസുമായിട്ടാണ്. സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ് ആണ്. സംസ്ഥാനത്തെ ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയാണ്. പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? രോഹിത് ശർമ്മയാണ്. IMFന്റെയും ലോകബാങ്കിന്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം മൊറോക്കോയാണ്. IMFന്റെയും ലോകബാങ്കിന്റെയും 2023 വാർഷിക സമ്മേളനത്തിന് വേദിയാകുന്ന നഗരമാണ് മൊറോക്കോ. 2023 ഒക്ടോബറിൽ കേരളത്തിൽ ബ്രൂസലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? 2023 ഒക്ടോബറിൽ കേരളത്തിൽ ബ്രൂസലോസിസ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം ആണ്. കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റിയാണ്. കേരളത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണം പൂർണ്ണമായി നടപ്പിലാക്കുന്നതിനായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏത്? ബീഹാർ ആണ്. ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. ജാതി സെൻസസ് നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ്. ജാതി സെൻസസ് നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഒഡീഷ. നിലവിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് എവിടെയാണ്? നിലവിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് ഇസ്രായേൽ ഹമാസിലാണ്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹമാസ്. ഇസ്രായേലിൽ നിന്ന് പാലസ്തീൻ മണ്ണ് വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഏത്? ഹമാസ്. ഹമാസിന്റെ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ്. ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ് ഹമാസിന്റെ സൈനിക നടപടി അറിയപ്പെടുന്നത്. കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കൊച്ചിയാണ്. എറണാകുളത്ത് കൊച്ചിയിലാണ് കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനമാണ് ക്രിക്കറ്റ്. 2028 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. ഈ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ പുതുതായി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനമാണ് ക്രിക്കറ്റ്. ഏഷ്യൻ ഗെയിംസ് 2023 സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച താരം PR ശ്രീജേഷ് ആണ്. ഏഷ്യൻ ഗെയിംസ് 2023 സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് PR ശ്രീജേഷ്. സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ് എന്താണ്? KL 90 ആണ്. KL 90 ആണ് സർക്കാർ വാഹനങ്ങളുടെ ഔദ്യോഗിക രജിസ്റ്റർ കോഡ്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ശ്രേഷ്ഠ എന്നാണ്.
വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. അപ്പം എന്താണ് ഉജ്ജീവനം? വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദരിദ്രരിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഏത്? ഗോവയാണ്. 37ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഗോവ. 2023 ഒക്ടോബറിൽ മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനം ചെയ്ത ടോൾസ്റ്റോയി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ടോൾസ്റ്റോയി ഫാം നമ്മൾ മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളതാണ്. ദക്ഷിണാഫ്രിക്കയിലാണ് ടോൾസ്റ്റോയി ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് മഹാത്മാഗാന്ധിയുടെ പൂർണ്ണമായ പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ദക്ഷിണേഷ്യയിലെ ആദ്യ എയർക്രാഫ്റ്റ് റിക്കവറി പരിശീലന സ്കൂൾ സ്ഥാപിതമായത് ബംഗളൂരുവിലാണ്. ദക്ഷിണേഷ്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് റിക്കവറി പരിശീലന സ്കൂൾ സ്ഥാപിതമായത് ബംഗളൂരുവിലാണ്. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. മാനവീയം വീഥിയിലാണ്. കേരളത്തിലെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രം സ്ഥാപിതമായത് മാനവീയം വീഥി, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏത്? മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമയാണ് മോണിക്ക ആൻഡ് AI സ്റ്റോറി എന്നത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി ആരംഭിച്ച പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനായി ആരംഭിച്ച പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. 2023 വ്യോമദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറഞ്ഞ യുദ്ധവിമാനം ഏത്? 2023 വ്യോമദിനത്തിൽ ഇന്ത്യൻ വ്യോമസേനയോട് വിട പറഞ്ഞ യുദ്ധവിമാനമാണ് MiG-21. ഏതാണ്? MiG-21. കേന്ദ്ര സർക്കാർ നേരിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കാൻ പോകുന്ന മാൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭാരത് മാളാണ്. കേന്ദ്ര സർക്കാർ നേരിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സ്ഥാപിക്കാൻ പോകുന്ന മാളിൻ്റെ പേരാണ് ഭാരത് മാള്. കേന്ദ്ര സർക്കാർ നേരിട്ട് നിർമ്മിക്കുന്ന യൂണിറ്റി മാൾ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കുന്നത്? തിരുവനന്തപുരത്താണ്. രാജ്യത്തെ തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവുമാണ് ലക്ഷ്യമിടുന്നത്. ഏത്? യൂണിറ്റി മാൾ കൊണ്ട്. ഇതെവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? തിരുവനന്തപുരത്ത്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച US സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? 2023 എക്കണോമിക്സിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് അമേരിക്കക്കാരനാണ്. ആരാണ്? ക്ലോഡിയ ഗോൾഡിനാണ്. നമുക്കറിയാം എക്കണോമിക്സ് സമ്പത്തുള്ള ആൾക്കേ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ ക്ലോഡിയ ഗോൾഡിനെ മറക്കത്തില്ല. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം നേടുന്ന 3ാമത്തെ വനിതയാണ് ആര്? ക്ലോഡിയ ഗോൾഡിൻ. നിലവിൽ ഹാർവാർഡ് സർവകലാശാലയിലെ സാമ്പത്തിക വിഭാഗം പ്രൊഫസറാണ് ആര്? ക്ലോഡിയ. അപ്പോൾ 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഗോൾഡിനാണ്. ഏത് ഗോൾഡിൻ? ക്ലോഡിയ ഗോൾഡിനാണ്. ഓക്കെ. 2023 സമാധാനത്തിലുള്ള നോബൽ പ്രൈസ്, പീസ് പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഇറാനിലെ തടവിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗേസ് മുഹമ്മദിക്കാണ്. 2023 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഇറാനിൽ തടവിൽ കഴിയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയായ നർഗേസ് മുഹമ്മദിക്കാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം മുഹമ്മദ് നബിയെ പറ്റിയിട്ട്. നബി അത്യാവശ്യം നല്ല പീസിന് വേണ്ടിയിട്ടുള്ള ആളാണ്. അപ്പം മുഹമ്മദിയാണ് ഇപ്രാവശ്യത്തെ എന്ത് കിട്ടിയത്? സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടിയത് നർഗേസ് മുഹമ്മദിക്കാണ്. അടുത്തത് 2023 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച നോർവീജിയൻ എഴുത്തുകാരൻ ആരാണ്? യൂൺ ഫൊസ്സെയാണ്. യൂൺ ഫൊസ്സെക്കാണ് 2023 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത്. നോർവീജിയൻ എഴുത്തുകാരനാണ് യൂൺ ഫൊസ്സെ. മറക്കരുത്, യൂൺ ഫൊസ്സെക്കാണ് സാഹിത്യത്തിനുള്ള 2023 നോബൽ പ്രൈസ് കിട്ടിയത്. നോർവീജിയൻ എഴുത്തുകാരനാണ് യൂൺ ഫൊസ്സെ. 2023 മെഡിസിനുള്ള വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് 2 പേർക്കാണ്. ഡ്രൂ വിസ്മാൻ അമേരിക്കക്കാരനാണ്. കാറ്റലിൻ കരിക്കോ. ആരാണ്? കാറ്റലിൻ കാരിക്കോ. അപ്പോൾ കാരയ്ക്ക പറിക്കുന്നത് വിസ്മയത്തോടെയാണെന്ന് പഠിച്ചാൽ ഡ്രൂ വിസ്മാനെയും കാറ്റലിൻ കാരിക്കോയും മറക്കത്തില്ല. COVID-19 ഫലപ്രദമായ RNA വാക്സിൻ വികസിപ്പിക്കുന്നതിന് സഹായകരമായ കണ്ടെത്തലുകൾക്കാണ് ഈ പുരസ്കാരം ആർക്ക് കിട്ടിയത്? ഡ്രൂ വിസ്മാൻ അമേരിക്കക്കാരനാണ്. കാറ്റലിൻ കരിക്കോയ്ക്കും കിട്ടിയത്.
2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം കിട്ടിയത് 3 പേർക്കാണ്. പിയർ അഗസ്റ്റിനി അമേരിക്കക്കാരനാണ്, ഫെറൻ ക്രൗസ് ജർമ്മനിക്കാരനാണ്, ആൻ ലൂയർ സ്വീഡൻകാരനാണ്. ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 2023 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടാൻ കാരണമായിട്ടുള്ള എന്ത് വിഷയത്തിനാണ്? ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട് 3 പേർക്കാണ് കിട്ടിയത്. ഒന്ന് പിയർ അഗസ്റ്റിനിക്ക്, ഫെറൻ ക്രൗസിന്, ആൻ ലൂയർക്ക്. ആരൊക്കെയാണ്? അഗസ്റ്റിനി, ക്രൗസ്, ലൂയർ. ഇതിനകത്ത് അഗസ്റ്റിനി അമേരിക്കക്കാരൻ, ക്രൗസ് ജർമ്മനിക്കാരൻ, ലൂയർ സ്വീഡൻകാരനാണ്. ഇലക്ട്രോൺ ഡൈനാമിക്സിന്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത്. 2023 രസതന്ത്രം കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയത് 3 ആൾക്കാർക്കാണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം കിട്ടിയത്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകൾക്കാണ് കെമിസ്ട്രിയിൽ ഇപ്രാവശ്യത്തെ പുരസ്കാരം കിട്ടിയത്. മൗഗി ബവേണ്ടി, എന്താണ്? മൗഗ്ലി അല്ല, മൗഗി ബവേണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ ഇക്കിമോവ്. അപ്പൊ ആർക്കൊക്കെയാണ്? മൗഗിക്ക് കിട്ടി. മൗഗി ബവേൻസി അമേരിക്കക്കാരനാണ്. അടുത്തത് ലൂയിസ് ഇ ബ്രൂസ്, അതും അമേരിക്കക്കാരനാണ്. അലക്സി ഐ ഇക്കിമോവ്. ഇവർക്കാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകൾക്ക് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. ഒന്ന് മൗഗി ഉണ്ട്, അടുത്തത് ബ്രൂസ് ഉണ്ട്, അടുത്തത് ഇക്കിമോവ് ഉണ്ട്. 3 ആൾക്കാരും അമേരിക്കക്കാരാണ്. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലുകൾക്കാണ് അവാർഡ് കിട്ടിയത്. 2023 ചൈനയിലെ ഹാങ്ചൗ നഗരത്തിൽ നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ്. 1ാം സ്ഥാനം ആർക്കാണ്? ചൈനയ്ക്കാണ്. 2ാം സ്ഥാനം ജപ്പാന്, 3ാം സ്ഥാനം ദക്ഷിണ കൊറിയയ്ക്ക്, 4ാം സ്ഥാനം ഇന്ത്യക്ക്. മറക്കരുത്, 2023 ചൈനയിലെ ഹാങ്ചൗ നഗരത്തിലാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം മെഡൽ നിലയിൽ 4ാം സ്ഥാനം. 1ാം സ്ഥാനത്തെത്തിയത് ചൈന, 2ാം സ്ഥാനത്ത് ജപ്പാൻ, 3ാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയ. 2023 ICC പുരുഷ ഏകദിന ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. 2023 ICC പുരുഷ ഏകദിന ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വരുന്നത് അമേരിക്കയിലാണ്. അത് മേരിലാൻഡിലാണ്. ഡോക്ടർ BR അംബേദ്കറുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ പ്രതിമ നിലവിൽ വരുന്നത് അമേരിക്കയിലാണ്, മേരിലാൻഡില്. സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എന്നാണ് ഈ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. സ്റ്റാച്യു ഓഫ് ഈക്വാലിറ്റി എന്നാണ് നമ്മുടെ BR അംബേദ്കറിന്റെ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. 2023 ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച രാജ്യവ്യാപക ശുചീകരണ യജ്ഞമാണ് സ്വച്ഛതാ ഹി സേവ. ഏതാണ്? സ്വച്ഛതാ ഹി സേവ. 2023 ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന ബംഗബന്ധു മുജീബുർ റഹ്മാന്റെ ജീവിതം പ്രമേയമാക്കിയ സിനിമയാണ് മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. എന്താണ്? ബംഗബന്ധു എന്നറിയപ്പെടുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മുജീബുർ റഹ്മാൻ. ഇദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കി ഇറങ്ങിയ സിനിമയാണ് ഏത്? മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. എന്താണ്? മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. ഇത് സംവിധാനം ചെയ്തത് ശ്യാം ബെനഗലാണ് സംവിധാനം ചെയ്തത്. കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് പുതുവൈപ്പിലാണ്. അത് എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യ പാചകവാതക ഇറക്കുമതി ടെർമിനൽ നിലവിൽ വരുന്നത് പുതുവൈപ്പിലാണ്, എറണാകുളത്താണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് 800. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, 800 എന്ന സിനിമ ആരുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയതാണ്? ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയതാണ് 800. വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉമീദ്. ഉമീദ് എന്താണ്? വിദ്യാർത്ഥികളിലെ ആത്മഹത്യാ പ്രവണത തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉമീദ്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അന്നു റാണി. അന്നു റാണി ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അന്നു റാണി. 2023
ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരമാണ് മുഹമ്മദ് അഫ്സൽ. അപ്പോൾ ആരാണ് മുഹമ്മദ് അഫ്സൽ? 2023 ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരമാണ് മുഹമ്മദ് അഫ്സൽ. വിജയപുരം വിമാനത്താവളം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? വിജയപുരം വിമാനത്താവളം നിലവിൽ വരുന്നത് കർണാടകയിലാണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് പാരുൾ ചൗധരി. അപ്പോൾ പാരുൾ ചൗധരിക്ക് എന്താണ് കിട്ടിയത്? 5000 മീറ്റർ ഓട്ടത്തിൽ ഏഷ്യൻ ഗെയിംസിലെ വനിതകളുടെ സ്വർണം കിട്ടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ജമ്മുവിലാണ്, റാസി ജില്ലയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം സ്ഥിതി ചെയ്യുന്നത് ജമ്മു, അത് റാസി ജില്ലയിലാണ്. 2030 ഫിഫ പുരുഷ ലോകകപ്പ് വേദി എവിടെ? 2030 ഫിഫ പുരുഷ ലോകകപ്പ് വേദി 3 സ്ഥലങ്ങളിലായിട്ടാണ്: മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ. 2023 ഫിഫ പുരുഷ ലോകകപ്പ് വേദി എവിടെയാണ്? മൊറോക്കോ, സ്പെയിൻ, പോർച്ചുഗൽ. 2023 ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി കരസ്ഥമാക്കിയ മലയാളി താരമാണ് എം ശ്രീശങ്കർ. 2023 ഏഷ്യൻ ഗെയിംസിലെ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി കരസ്ഥമാക്കിയ മലയാളി താരം എം ശ്രീശങ്കറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്രയാണ്. കേരള ജലഗതാഗത വകുപ്പാണ് ബോട്ട് പുറത്തിറക്കുന്നത്. 2023 ഒക്ടോബറിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏതാണ്? വയനാടൻ തീക്കറുമ്പൻ തുമ്പിയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ തുമ്പിയുടെ പേരാണ് വയനാടൻ തീക്കറുമ്പൻ തുമ്പി. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച സംസ്ഥാനം ഏത്? ബീഹാറാണ്. ജാതി സെൻസസ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച് സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് സ്പേസ്. 2023 ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്ററിൽ വെങ്കലം കരസ്ഥമാക്കിയ മലയാളി താരമാണ് ജിൻസൺ ജോൺസൺ. ജിൻസൺ ജോൺസൺ ആണ് 1500 മീറ്ററിൽ വെങ്കലം നേടിയത്. അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് കേരളം. അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനമാണ് കേരളം. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി അംഗീകരിച്ച മൃഗം ഏത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്തിടെ ഭക്ഷ്യമൃഗമായി അംഗീകരിച്ച മൃഗമാണ് മിഥുൻ. മിഥുൻ എന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന സങ്കര ഇനം കാട്ടുപോത്താണ് മിഥുൻ. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, SCERT പഠിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കണം. SCERT പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ക്ലാസ്സുകളും വീഡിയോ ക്ലാസ്, PDF നോട്ട്, മാത്സ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വിത്ത് സൊല്യൂഷൻ നമ്മുടെ PSC ബേസിക്സിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.